നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജകുമാരി പഞ്ചായത്ത് CDS തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റി വിവാദം ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്നാരോപിച്ച് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് UDF വിട്ടുനിന്നു. മദ്യം വാങ്ങാൻ പണം നൽകാതിരുന്ന ഭാര്യയുടെ കൈ ഭർത്താവ് തല്ലിയൊടിച്ചു. ഇടുക്കി ചതുരംഗപ്പാറയിലാണ് സംഭവം. ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ അംഗങ്ങൾ വാഴത്തോപ്പ് പഞ്ചായത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി വെച്ചുപൊറുപ്പിക്കില്ല എന്നും UDF വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി. പകൽച്ചൂട് വർദ്ധിച്ചതോടെ മൂന്നാറിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുമെല്ലാം ആശങ്കയിലാണ്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിലെ രാജകുമാരി പഞ്ചായത്ത് CDS തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റി വിവാദം ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്നാരോപിച്ച് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് UDF വിട്ടുനിന്നു. പഞ്ചായത്തിലെ 14-ാം വാർഡിൽ നടന്ന CDS തെരഞ്ഞെടുപ്പിലാണ് സംഭവ വികാസങ്ങൾ വിവാദമായത്. UDF സ്ഥാനാർത്ഥിയായ ലൈസ ജോസഫിന് 6 വോട്ടും LDF സ്ഥാനാർത്ഥിക്ക് 5 വോട്ടുമാണ് ലഭിച്ചതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട് ആരോപിക്കുന്നു. വിജയിയായ ലൈസ ജോസഫിനോട് രജിസ്റ്ററിൽ ഒപ്പുവെക്കാൻ വരണാധികാരി ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറയുന്നു. എന്നാൽ ഏകദേശം അരമണിക്കൂറിന് ശേഷം ഒരു വോട്ട് അസാധുവാണെന്ന് അറിയിച്ച് വീണ്ടും നറുക്കെടുപ്പ് നടത്തിയതായും തുടർന്ന് LDF സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചതായും UDF ആരോപിക്കുന്നു. വോട്ടിന് ഫലം പ്രഖ്യാപിച്ചത് റിട്ടേണിംഗ് ഓഫീസറാണ്. ലൈസയ്ക്ക് 6 വോട്ടും ലെൻസിക്ക് 5 വോട്ടും ലഭിച്ചു എന്ന് പറഞ്ഞ് ഫലം പ്രഖ്യാപിച്ച് ലൈസയെ വിജയിയായി പ്രഖ്യാപിച്ച് അനൗൺസ് ചെയ്തു. അതിനുശേഷം രജിസ്റ്ററിൽ ലൈസയുടെ പേരെഴുതി ലൈസയെ കൊണ്ട് ഒപ്പിടിക്കുകയും ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയ സമയം ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ അരമണിക്കൂറിന് ശേഷം വീണ്ടും ഈ 14-ാം വാർഡിലെ ഇവർ വിളിച്ചിട്ട് ഓരോ വോട്ട് അസാധുവാണെന്നും ആയതിനാൽ നറുക്കെടുപ്പ് നടത്തുകയെന്ന് പറഞ്ഞ് നറുക്കെടുപ്പ് നടത്തി മറ്റൊരാൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് തിരിമറിയാണ്. ബാഹ്യ ഇടപെടലിനെ തുടർന്നാണ് ഒരു വോട്ട് അസാധുവാക്കിയതെന്നും ഇത് ജനാധിപത്യ വിരുദ്ധ നടപടിയാണെന്നും UDF നേതാക്കൾ ആരോപിച്ചു. 14-ാം വാർഡിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് UDFന്റെ ആവശ്യം. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും അവർ അറിയിച്ചു. വോട്ട് എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു അസാധു ഒന്നും ഇല്ലായിരുന്നു, പിന്നീടാണ് ഒരു വോട്ട് അസാധുവായി പോയതെന്ന് പറഞ്ഞു. രജിസ്റ്ററിൽ ഞാൻ ഒപ്പിടുകയും ചെയ്തു. ഞാൻ ജയിച്ച രജിസ്റ്ററിൽ ഒപ്പിടുകയും ചെയ്തതാണ്. എന്നിട്ടാണ് പറഞ്ഞത് ഇത് അസാധുവായി പോയി എന്ന് പറഞ്ഞു. ആരെയും വിജയിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ബാലറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് ഒരു വോട്ട് അസാധുവാണെന്ന് കണ്ടെത്തിയതെന്നും വരണാധികാരി വ്യക്തമാക്കി. തുടർന്ന് നറുക്കെടുപ്പിലൂടെ വിജയിയെ കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു. പ്രഖ്യാപനം ഒന്നും നടന്നിട്ടില്ല. ആളുകളോട് അവർ ജയിച്ചായിട്ട് നമ്മൾ വിചാരിച്ചു. അത് പ്രകാരം നടപടിയെടുക്കുക. അപ്പോഴാണ് പരാതി വരിക. പരാതിയുടെ ഭാഗമായിട്ട് വോട്ടർ വീണ്ടും പരിശോധിക്കുകയും പരിശോധിച്ചപ്പോൾ അപ്പോൾ തന്നെയാണ്, ഇത് വലിയ സമയവ്യത്യാസമുള്ള ഒരു കാര്യമല്ല, അപ്പോൾ തന്നെ പരിശോധിക്കുകയും പരിശോധിച്ചതിൽ നിന്ന് അത് അസാധുവാണെന്ന് മനസ്സിലാവുകയും മനസ്സിലായതിന് പ്രകാരം 5-5 എന്നുള്ള വോട്ട് വന്നപ്പോഴുള്ള നടപടി എന്താണോ നിയമം അതാണ് അതിൽ ചെയ്തിട്ടുള്ളൂ എന്നാണ്. സംഭവത്തിൽ UDF ജില്ലാ വരണാധികാരിക്ക് പരാതി നൽകി. സിറ്റി വിഷൻ രാജകുമാരി. മദ്യം വാങ്ങാൻ പണം നൽകാതിരുന്ന ഭാര്യയുടെ കൈ ഭർത്താവ് തല്ലിയൊടിച്ചു. ഇടുക്കി ചതുരംഗപ്പാറയിലാണ് സംഭവം. ഭർത്താവ് അറസ്റ്റിൽ. തമിഴ്നാട് തേവാരം സ്വദേശിയായ മാരിയപ്പനെയാണ് ഉടുമ്പൻചോല പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ചതുരംഗപ്പാറ ഭാഗത്ത് താമസിക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളിയായ യുവതിയുടെ കൈയാണ് ഭർത്താവ് വിറക് കമ്പുകൊണ്ട് തല്ലിയൊടിച്ചത്. മദ്യം വാങ്ങാൻ പണം നൽകാതിരുന്നതിനെ തുടർന്നായിരുന്നു ആക്രമണം. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. സ്കൂട്ടറിൽ വിൽപ്പന നടത്തുകയായിരുന്ന 1 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി. അടിമാലി കല്ലാർ വട്ടയർ ഭാഗത്ത് സംഘം നടത്തിയ പരിശോധനയിലാണ് കുരിശുപാറ സ്വദേശി രാജേഷ് മാരിയപ്പൻ പിടിയിലായത്.
അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശിയും സംഘവും ചേർന്ന് അടിമാലി കല്ലാർ വട്ടിയാർ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് കുരിശുപാറ സ്വദേശി രാജേഷ് മാരിയപ്പൻ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 1 കിലോ 450 ഗ്രാം ഉണക്ക കഞ്ചാവും നർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തു. കഞ്ചാവ് സ്കൂട്ടറിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതിനിടെയാണ് പിടിയിലായതെന്ന് നർക്കോട്ടിക് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഞ്ചാവ് വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു. പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് എൻകെ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് KM, റോജിൻ അഗസ്റ്റിൻ, മുഹമ്മദ് ഷാൻ, അലി അഷ്കർ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ അംഗങ്ങൾ വാഴത്തോപ്പ് പഞ്ചായത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി വെച്ചുപൊറുപ്പിക്കില്ല എന്നും UDF വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്ന് UDFന്റെ നേതൃത്വത്തിൽ ചെറുതോണി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പ്രതിപക്ഷ അംഗമായ സിജി ചാക്കോയുടെ കോലം കത്തിക്കുകയും ചെയ്തു. വാഴത്തോപ്പ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി വലിച്ചു പറിക്കുകയും മുഖത്തിടിച്ച് ആക്രമിക്കുകയും ചെയ്ത സിജി ചാക്കോയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF ചെറുതോണിയിൽ വാർത്താസമ്മേളനം നടത്തി. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ പരിക്കുകൾ യഥാർത്ഥത്തിൽ ഉള്ളതല്ല എന്നും മെഡിക്കൽ ബോർഡ് ചേർന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നിയമപരമായി തന്നെ പ്രസിഡന്റിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ പോകാം എന്നിരിക്കെ കയ്യൊക്കുകൊണ്ട് കാര്യം സാധിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നും നേതാക്കൾ പറഞ്ഞു. പദ്ധതി വിഹിതത്തിൽ ഇതിന്റെ മുകളിൽ ഇത് തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഇവര് വിളിച്ചവരെ ആൻസി തോമസും കൂട്ടരും കള്ളിയാണെന്നുണ്ടെങ്കിൽ ആ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇവർക്ക് ന്യായമായ മാർഗങ്ങളുണ്ട്. അതിനെതിരെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പരാതി കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാം, അതല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇവർക്കിത് അവതരിപ്പിക്കുകയും ചെയ്യാം. അല്ലാതെ ശാരീരികമായി നേരിടാനാണ് ഭാവമെങ്കിൽ അതിനെ ശക്തമായി ഞങ്ങളും നേരിടേണ്ടി വരും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ നേതാക്കന്മാരായ MD അർജുനൻ, PD ജോസഫ്, CP സലീം, PK ജയൻ, ഷിജോ ഞവരക്കാട്ട് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് UDFന്റെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. പ്രതിപക്ഷ അംഗമായ സിജി ചാക്കോയുടെ കോലം പ്രതിഷേധക്കാർ കത്തിച്ചു. പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം പ്രൊഫസർ MJ ജേക്കബ് നിർവഹിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. പകൽച്ചൂട് വർദ്ധിച്ചതോടെ മൂന്നാറിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുമെല്ലാം ആശങ്കയിലാണ്. തണലേതുമില്ലാത്തിടത്താണ് പലപ്പോഴും ഇവർക്ക് തൊഴിൽ ചെയ്യേണ്ടി വരുന്നത്. അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിച്ച ഇടങ്ങളിലൊന്നായി മൂന്നാർ മാറിയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മഴ മാറി 2 മാസം പിന്നിട്ടതോടെ ഹൈറേഞ്ച് മേഖലയിലും വേനൽ കനക്കുകയാണ്. പകൽച്ചൂട് വർദ്ധിക്കുന്നതാണ് കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധിയായിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്കൊപ്പം മനുഷ്യരിലും ആശങ്ക ഉയർത്തി അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിച്ച ഇടങ്ങളിലൊന്നായി മൂന്നാർ മാറിയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഉയർന്ന പകൽച്ചൂട് മൂന്നാറിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുമെല്ലാം വെല്ലുവിളിയാവുകയാണ്. ഞങ്ങളിവിടെ പണിയുന്നത് ഭയങ്കര വെയിലത്താണ്. ഭയങ്കര വെയിൽ കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. എന്നാലും പണിയാതെ പിള്ളേരെ സ്കൂളിൽ വിടണം, പിന്നെ ആശുപത്രി ചെലവുണ്ട്, അല്ലാതെയും ചിലവുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. പണിയാണെങ്കിൽ 6 ദിവസമേ കിട്ടുള്ളൂ. അത് പണിയാതിരിക്കാനും പറ്റണില്ല ഞങ്ങൾക്കൊണ്ട്. തണലേതുമില്ലാത്തിടത്താണ് പലപ്പോഴും ഇവർക്ക് തൊഴിൽ ചെയ്യേണ്ടി വരുന്നത്. സൂര്യതാപമേൽക്കുകയെന്ന ഭീതി തൊഴിലാളികൾക്കുണ്ട്. രാത്രിയിൽ അന്തരീക്ഷ താപനില താഴുകയും തണുപ്പ് അനുഭവപ്പെടുകയുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ പലപ്പോഴും അസഹനീയമായ ചൂട് അനുഭവപ്പെടുന്ന സ്ഥിതിയുണ്ട് മൂന്നാറിൽ. നട്ടുച്ച സമയത്തും മറ്റും പൊള്ളുന്ന പകൽ ചൂടിനെ തരണം ചെയ്തു വേണം ആളുകൾ തങ്ങളുടെ തൊഴിൽ ചെയ്യുവാൻ. അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിക്കുന്നത് ചർമ്മരോഗങ്ങൾക്കും സൂര്യതാപത്തിനും കാരണമാകും. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി നോക്കാം കാർഷികം. ഒന്നര സെന്റിൽ പച്ചക്കറി കൃഷിയിൽ നീട്ടം കൊയ്ത വീട്ടമ്മ. വളകോട് കോതപാറ ഞാളിയിൽ സെലിനാമ എന്ന വീട്ടമ്മയാണ് 1.5 സെന്റ് സ്ഥലത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത്.
ഇൻഫാം കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ പച്ചക്കറി കൃഷി വ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1.5 സെന്റ് പച്ചക്കറി കൃഷിയുമായി കർഷകരെ സമീപിച്ചത്. നിരവധി കർഷകർ പദ്ധതിയിൽ ചേർന്നെങ്കിലും ഇത്രയധികം വിജയിപ്പിക്കാനായത് സെലീനാമയ്ക്ക് മാത്രമാണ്. വേനൽ ചൂടിലും വളർന്നു നിൽക്കുന്ന പച്ചക്കറികൾ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയാണ്. പയർ, തക്കാളി, വഴുതന, ചീര, ഇഞ്ചിപ്പയർ, കോവൽ തുടങ്ങിയ നാടൻ പച്ചക്കറികൾക്കൊപ്പം കെയിൽ, ലെറ്റസ് തുടങ്ങിയവയും കൃഷിയിടങ്ങളിൽ ഉണ്ട്. തികച്ചും ജൈവരീതിയിൽ ചാണകവും ചാരവും കരിയിലയുമാണ് വളമായി നൽകുന്നത്. പുലർച്ചെ മുതൽ കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന സെലീനാമ ദിവസേന 1 മണിക്കൂറാണ് പച്ചക്കറി കൃഷിക്കായി ചെലവിടുന്നത്. ആരുടെയും സഹായമില്ലാതെ പച്ചക്കറി കൃഷി വിജയിപ്പിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഈ വീട്ടമ്മ. കിണർ അതെല്ലാം ഞാൻ വെട്ടിപ്പെറുക്കിയെടുത്ത് ഇതെല്ലാം നട്ടുപെറുക്കിയെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് എന്നും ഇതിനു വേണ്ടി പരിപാലനം. വിത്ത് തന്ന് പയറൊക്കെ നട്ടു. വളം അങ്ങനെ ഇട്ടില്ല. ചാണകവും ചാരവും പച്ചലയൊക്കെ ഇടുന്നത്. വളമായിട്ട് അങ്ങനെ ഇട്ടില്ല. പച്ചമുളകുണ്ട്, പിന്നെ ഇതിന് കെയില്, അതുകൊണ്ട് പയറ്. മത്സരാധിഷ്ഠിത പദ്ധതിയായതുകൊണ്ട് ഇൻഫാം PDS പ്രതിനിധികൾ ഒരു തവണ സ്ഥലം സന്ദർശിച്ച മാർക്കിട്ടു. ഇനി ഒരു സംഘം കൂടി സ്ഥലം സന്ദർശിച്ച മാർക്കിടുമ്പോൾ വിജയം നേടാനാവുമെന്ന പ്രതീക്ഷയിലാണ് സെലീനാമ. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രത്യാശയുടെ പ്രവാചകരാകാൻ വിളിക്കപ്പെട്ടവരാണ് പാലിയേറ്റീവ് ശുശ്രൂഷകരെന്ന ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. മുരിക്കാശ്ശേരി അൽഫോൺസ പാലിയേറ്റീവ് സെന്ററിൽ നടന്ന ഇടുക്കി രൂപത ഗുഡ് സ്മാരിറ്റൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വോളണ്ടിയേഴ്സ് മീറ്റായ ഗാർഡിയൻ ഏഞ്ചൽസ് മീറ്റിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു ഇടുക്കി രൂപതാ മെത്രാൻ. നമ്മുടെ ജീവിത സാക്ഷ്യം വഴി ബലിയായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും. നമ്മൾ ഓരോരുത്തരും മുറിഞ്ഞ കുർബാനയായി മാറുമ്പോഴാണ് വിശുദ്ധ കുർബാന അർത്ഥപൂർണമാവുന്നത്. രോഗി ശുശ്രൂഷ ഈശോയുടെ ആഹ്വാനമനുസരിച്ചുള്ള ഏറ്റവും മഹനീയമായ പ്രവൃത്തിയാണെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ആ പേരന് അവിടെ ഉണ്ടോ, ആ പേരനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പേര് മരിച്ചു പോയിട്ടും 8 മാസമായി 10 മാസമായി എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ സായാഹ്ന കാലത്ത് പ്രായം കൊണ്ട് മാത്രമല്ല ആരോഗ്യം കൊണ്ടും ആണ് നമ്മൾ അവിടെ എത്തുന്നത്. അത് നമുക്ക് നന്നായിട്ട് വിവരിക്കാം. ഇത് ക്രൈസ്തവ സാന്ത്വന ശുശ്രൂഷയുടെ മേഖലയിൽ ഇടുക്കിയിലൂടെ നടത്തുന്ന മാതൃകാപരമായ ഒരു ശുശ്രൂഷയാണ്. രൂപത ഡയറക്ടർ റെവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ കൊച്ചുപുറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. രൂപതയിലെ 65 ഇടവകകളിൽ പാലിയേറ്റീവ് പ്രവർത്തനം സജീവമായി നടക്കുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട 200-ലധികം വോളണ്ടിയേഴ്സ് സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ഇടവകകളിൽ കുടുംബാംഗങ്ങൾക്ക് മാതൃകാപരമായ രോഗി ശുശ്രൂഷ ചെയ്യുന്ന പ്രീതി ബാബു വേഴപ്പറമ്പിൽ, ഹിത റെജി പണൂർ, ബെന്നി ആലീസ് മഞ്ഞക്കാലായിൽ, ജ്യോതി സന്തോഷ് ഇടപ്പറമ്പിൽ, സരിത സന്തോഷ് ചമ്മരപ്പിള്ളിൽ, ലിൻഡ ജിയോ കണ്ണമ്പുഴ, ഡോളി ഡൊമിനിക് ഓലിയപ്പുറം, തോമസ് ജോസ് ഇലവുങ്കൽ എന്നിവരെ ബിഷപ്പ് ചടങ്ങിൽ ആദരിച്ചു. പാലിയേറ്റീവ് വോളണ്ടിയേഴ്സ് ഫാദർ സെബാസ്റ്റ്യൻ മനക്കലേട്ട് ക്ലാസ് നയിച്ചു. ഗുഡ് സമരിറ്റൻ പാലിയേറ്റീവ് രൂപതാ സെക്രട്ടറി സിസ്റ്റർ റോസിൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോൺസൺ ചെറുകുന്നിൽ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഫാദർ ആനന്ദ് പള്ളിവാതുക്കൽ, ഡോക്ടർ സിസ്റ്റർ സുഗുണ, ജോസ് പൂതക്കുഴി, റോബർട്ട് കണ്ണഞ്ചിറ, സാബു ചൂരത്തൊട്ടി, മുരിക്കാശ്ശേരി പള്ളി വികാരി ഫാദർ ജിജി വടക്കൽ എന്നിവർ പ്രസംഗിച്ചു. രൂപതയുടെ കീഴിലുള്ള വിവിധ ഇടവകകളിൽ നിന്നും നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. സിറ്റി വിഷൻ, ഇടുക്കി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെടുങ്കണ്ടം ബ്ലോക്ക് സമ്മേളനം നടന്നു. സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. സമ്മേളനത്തിന് മുന്നോടിയായി പ്രസിഡന്റ് VV രഘു പതാക ഉയർത്തി. സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി. നെടുങ്കണ്ടങ്ങളുടെ അപകട കാര്യമുണ്ടോ? റോഡ്, കോളേജ്, സ്റ്റേഡിയം,
അല്ലേ? ആയുർവേദ ജില്ലാ ആശുപത്രി എല്ലാ കാര്യം അടുത്ത് അനുഭവിക്കുന്ന ആളോട് പിന്നെ പ്രത്യേകം പറഞ്ഞ കാര്യം കേട്ടോ. ഇതിനൊക്കെ അനുഭവിക്കുന്നവരാണ് ഞാനും, ഇതിലൊക്കെ കാണുന്നവരാണ്. അതിലെടുത്ത കടം, കിഫ്ബി എടുത്ത കടം കേരള സർക്കാരിന്റെ കടത്തിൽ കൂട്ടണമെന്നാണ് പറഞ്ഞത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലുള്ള സംവിധാനം, കിഫ്ബി അല്ല വേറെ സംവിധാനം പറഞ്ഞത്. അവരെടുത്ത കടം കൂട്ടുന്നുണ്ടോ? ഇല്ല. മറ്റു സംസ്ഥാനങ്ങളെടുത്ത കടം കൂട്ടുന്നുണ്ടോ? ഇതാണ് വിഷയം. ജില്ലാ പ്രസിഡന്റ് കെ സുകുമാരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PS സാബു അനുശോചന പ്രമേയവും KC സജീവൻ സ്വാഗതവും പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KV ഐസക്, K സരോജിനി, KV പരമേശ്വരൻ, അവിര ഉലഹന്നാൻ, TK കൃഷ്ണൻകുട്ടി എന്നിവർ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. PS വിനയൻ പ്രവർത്തന റിപ്പോർട്ടും K രാമചന്ദ്രൻ നായർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം BN ശശി വരണാധികാരിയായി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് VV രഘു, സെക്രട്ടറി PS വിനയൻ, ട്രഷറർ K രാമചന്ദ്രൻ നായർ, വൈസ് പ്രസിഡന്റ് TK കൃഷ്ണൻകുട്ടി, N സുമ്മയ്യ ബീബി, അവിര ഉലഹന്നാൻ എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി KC സജീവൻ, VN ചന്ദ്രശേഖരൻ, KP ഓമന എന്നിവരടങ്ങിയ 21 അംഗ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. KP ഓമന കൺവീനറായും KS താഹിറ ബീബി ജോയിന്റ് കൺവീനറുമായിട്ടുള്ള വനിതാ സബ് കമ്മിറ്റിയെയും MK ഷാജ്കുമാർ, കൺവീനർ ഡോക്ടർ രാജമ്മ പ്രസാദ് ചന്ദ്രൻ, ജോയിന്റ് കൺവീനറായിട്ടുള്ള സാംസ്കാരിക സമിതിയെയും തെരഞ്ഞെടുത്തു. 50 മെമ്പർഷിപ്പിന് 1 എന്ന നിലയിൽ 9 ജില്ലാ കൗൺസിൽ അംഗങ്ങളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് നാളെ രാവിലെ 10-ന് അടിമാലിയിൽ സ്വീകരണമൊരുക്കുമെന്ന് UDF നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30-ന് അടിമാലി ക്ലബ് ഹാളിൽ വിവിധ കർഷക സംഘടനാ നേതാക്കൾ, ആദിവാസി ഗോത്ര സംഘടനാ പ്രതിനിധികൾ, വ്യാപാരികൾ, ദളിത് സംഘടനാ നേതാക്കൾ, തോട്ടം തൊഴിലാളികൾ എന്നിവരുമായി ജില്ലയിലെ വികസന പ്രശ്നങ്ങളും ഭൂപ്രശ്നങ്ങളും പ്രതിപക്ഷ നേതാവ് ചർച്ച ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് നാളെ രാവിലെ 10-ന് അടിമാലിയിൽ സ്വീകരണമൊരുക്കുമെന്ന് UDF നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30-ന് അടിമാലി ക്ലബ് ഹാളിൽ വിവിധ കർഷക സംഘടനാ നേതാക്കൾ, ആദിവാസി ഗോത്ര സംഘടനാ പ്രതിനിധികൾ, വ്യാപാരികൾ, ദളിത് സംഘടനാ നേതാക്കൾ, തോട്ടം തൊഴിലാളികൾ എന്നിവരുമായി ജില്ലയിലെ വികസന പ്രശ്നങ്ങളും ഭൂപ്രശ്നങ്ങളും പ്രതിപക്ഷ നേതാവ് ചർച്ച ചെയ്യും. ടൗണിൽ കാംഗോ ജംഗ്ഷനിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ച വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനമായി സമ്മേളന നഗരിയിലേക്കെത്തും.
പ്രതിപക്ഷ നേതാവിന്റെ സ്വീകരണവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്ര ഈ വരുന്ന 23-ാം തീയതി ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. രാവിലെ 10 മണിക്കാണ് യാത്ര അടിമാലിയിൽ എത്തിച്ചേരുന്നത്. അടിമാലിയിൽ എത്തിച്ചേരുന്ന പുതിയ യാത്രയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകുന്നതിന് വേണ്ടിയാണ് UDF തീരുമാനമെടുത്തിട്ടുള്ളത്. ഏതാണ്ട് 100% ജാഥയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 5000 ആളുകളെയെങ്കിലും ജാഥയെ സ്വീകരിക്കാൻ അണിനിരത്തണമെന്ന തീരുമാനമാണ് UDF എടുത്തിട്ടുള്ളത്. UDFന്റെ സംസ്ഥാന നേതാക്കൾ യാത്രയെ അനുഗമിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പൊതുയുഗ യാത്രയുടെ അടിമാലിയിലെ സ്വീകരണ സമ്മേളനം ദേവികുളം മണ്ഡലത്തിലെ UDFന്റെ ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് UDF പ്രവർത്തകർ. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ UDF ചെയർമാൻ MB സൈനുദ്ദീൻ, കൺവീനർ OR ശശി, KA കുര്യൻ, മോഹനൻ നായർ, ഹാപ്പി K വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. സാമ്പത്തികമായും സാമൂഹികമായും തകർന്ന കേരളത്തെ വീണ്ടെടുക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പൊതുയുഗ യാത്ര ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ചെറുതോണിയിൽ 23-ാം തീയതി 4 മണിക്ക് എത്തിച്ചേരുമെന്നും അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും UDF നേതാക്കൾ ചെറുതോണിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ ഇടത് സർക്കാർ കടുത്ത വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. 1964 ചട്ടപ്രകാരമുള്ള പട്ടയ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഇടുക്കിയിൽ മാത്രം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അനീതിയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് ഇപ്പോഴും വെന്റിലേറ്ററിലാക്കി ഈ സർക്കാരിന്റെ പ്രതിനിധിയായി ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി പണി പൂർത്തിയാവാത്തതും ഫണ്ട് ലഭ്യമാകാത്തതുമായ പദ്ധതികളുടെ ഉദ്ഘാടന തിരക്കിലാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എവിടെ നിന്നാണ് ഈ പണം, എങ്ങനെയാണ് ഈ പദ്ധതി എന്ന് ചോദിച്ചാൽ അതെല്ലാം അങ്ങനെ വരും ഇങ്ങനെ വരും എന്ന് പറയുക. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഓടി നടന്നുള്ള പ്രഖ്യാപനങ്ങളും അതോടൊപ്പമുള്ള സമ്മേളനങ്ങളും മുഖ്യമന്ത്രി കൊടുക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച പരിപാടികളും ഒക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് എന്ന് മന്ത്രി നടത്തുന്ന ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടികൾ UDF ജനപ്രതിനിധികളും നേതാക്കളും ബഹിഷ്കരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇടത് സർക്കാരിനെ താഴെയിറക്കി പൊതുയുഗം സാക്ഷാത്കരിക്കുന്നതിന് ഈ യാത്ര കേരളത്തെ പരിവർപ്പെടുത്തുമെന്നും ചെറുതോണിയിലെത്തുന്ന പ്രതിപക്ഷ നേതാവിനെ 5000-ത്തിലധികം ആളുകളെ അണിനിരത്തി സ്വീകരിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ MK പുരുഷോത്തമൻ, കൺവീനർ ജോയി കൊച്ചുകരോട്ട്, KPCC അംഗം AP ഉസ്മാൻ, MD അർജുനൻ, അനീഷ് ജോർജ്, സാം ജോർജ്, അനിൽ ആനക്കനാട്ട്, PK ജയൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. അടിമാലി കുരിശുപാറ കോട്ടപ്പാറ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം വാസുദേവൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ വെണ്ണമനയില്ലത്ത ഗിരീഷ് ഗോവിന്ദൻ പോറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിമര പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് തൃക്കൊടിയേറ്റും ഈ മാസം 25-ന് പൊങ്കാലയും 27-ന് ആറാട്ടും നടക്കും. കോട്ടപ്പാറ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം 5-ാം ദിവസം പിന്നിട്ടു. ഉത്സവത്തിന്റെ 6-ാം ദിവസമായ ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം വാസുദേവൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ വെണ്ണമനയില്ലത്ത ഗിരീഷ് ഗോവിന്ദൻ പോറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിമര പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. ഈ മാസം 17 മുതൽ 27 വരെ 11 ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷം നടക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് പതിവ് പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജകളും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഉത്സവത്തിന്റെ 9-ാം ദിനമായ 25-ന് ക്ഷേത്രത്തിൽ പൊങ്കാല നടക്കും. രാവിലെ 10:30-നാണ് പൊങ്കാല അഗ്നി സമർപ്പണം. 25-ന് വൈകിട്ട് കുരിശുപാറ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും കോട്ടപ്പാറ ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്ര നടക്കും. തുടർന്ന് പൂമൂടൽ നടക്കും. ഉത്സവത്തിന്റെ 10-ാം ദിനം രാവിലെ 11:30-ന് ഉത്സവബലിയും തുടർന്ന് ഉത്സവബലി ദർശനവും നടക്കും. ഉത്സവത്തിന്റെ അവസാന ദിനമായ 27-ന് വൈകിട്ട് 6-ന് ആറാട്ടുബലിയും
8:30 ആറാട്ട് സന്ധ്യയും നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും മഹാപ്രസാദമൂട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഉത്സവത്തിന്റെ വിവിധ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ക്ഷേത്ര രക്ഷാധികാരി TV നാരായണൻകുട്ടി, പ്രസിഡന്റ് ബാബു CK, സെക്രട്ടറി ബാബു KP, ഖജാൻജി സുനിൽകുമാർ KR, മാതൃസമിതി പ്രസിഡന്റ് ഷൈല തങ്കച്ചൻ, സെക്രട്ടറി സിന്ധു സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷം പുരോഗമിക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി. പണിക്കൻകുടി ശ്രീ മംഗലേശ്വരി ദേവീക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായി. മഹാപൊങ്കാല, താലപ്പൊലി ഘോഷയാത്ര, മഹാഗുരുതി, വിവിധ കലാപരിപാടികൾ എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി ശ്രീമംഗലേശ്വരി അമ്മയ്ക്ക് മഹാപൊങ്കാല നടത്തി. വൈകിട്ട് 5:30 കാഴ്ച, ശ്രീബലി, പറയെടുപ്പ്, ദീപാരാധന തുടങ്ങിയ ചടങ്ങുകളും രാത്രി 7:30 മുതൽ നൃത്തനൃത്യങ്ങളും തിരുവാതിരയും കൈകൊട്ടിക്കളിയും വിവിധ കലാപരിപാടികൾ. തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് നിർമ്മാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വൈകിട്ട് 6:30 ദീപാരാധന, വൈകുന്നേരം 6 മണിക്ക് പുല്ലുകണ്ടം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര ആരംഭിച്ച് പണിക്കൻകുടി ഗുരുമന്ദിരത്തിലും പണിക്കൻകുടി വിശ്വകർമ്മ ശാഖാ മന്ദിരത്തിലുമെത്തി തുടർന്ന് അമ്പാടിക്കവല ക്ഷേത്രത്തിൽ പ്രവേശിച്ച് തിരികെ ദേവീ സന്നിധിയിൽ എത്തിച്ചേരും. CK പ്രസാദ് ചെങ്ങാങ്കൽ രക്ഷാധികാരിയും ബിജു പരക്കാട് പ്രസിഡന്റും രാജേന്ദ്രൻ പുത്തൻപുരയ്ക്കൽ വൈസ് പ്രസിഡന്റും ഷൈജ ഷാജി ചൊറിയന്മാക്കൽ സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശ്രീരത്നം സതീഷ് ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സിറ്റി വിഷൻ, പണിക്കൻകുടി. വളക്കോട് പാലക്കാവ് ശ്രീനാരായണ ദുർഗാദേവി ക്ഷേത്രത്തിലെ രേവതി തിരുവുത്സവ കൊടിയേറ്റ് കർമ്മത്തിന് ശേഷമാണ് രാജഗിരി ക്രിസ്തുരാജ് ഇടവക വികാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ പെരുന്നിലത്ത് ഉത്സവ സന്ദേശം നൽകിയത്. ക്ഷേത്രാങ്കണത്തിലെത്തിയ ഫാദർ സെബാസ്റ്റ്യൻ പെരുന്നിലത്തിനെയും കൈക്കാരന്മാരെയും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരനും ശാഖാ പ്രസിഡന്റ് MK പുഷ്പൻ, സെക്രട്ടറി സുബീഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. രാജഗിരി മുൻ വികാരി റവറൻ ഫാദർ ജോഷി വാണിയപ്പുരിക്കലിന് ക്ഷേത്രം ഭാരവാഹികൾ പള്ളിയിലെത്തി യാത്രയയപ്പ് നൽകിയിരുന്നു. ഇടവക തിരുനാളിന് പ്രദക്ഷിണ ദിനത്തിൽ ദാഹജലവുമായി SNDP ഭാരവാഹികൾ എത്തിയിരുന്നു. ഇടവകയിലെ തിരുനാളിനും ക്ഷേത്ര ഉത്സവത്തിനും വിശേഷ ദിനങ്ങളിലും പരസ്പരം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് സമൂഹത്തിനിവർ നൽകുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജകുമാരി പഞ്ചായത്ത് CDS തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റി വിവാദം ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്നാരോപിച്ച് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് UDF വിട്ടുനിന്നു. മദ്യം വാങ്ങാൻ പണം നൽകാതിരുന്ന ഭാര്യയുടെ കൈ ഭർത്താവ് തല്ലിയൊടിച്ചു. ഇടുക്കി ചതുരംഗപ്പാറയിലാണ് സംഭവം. ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ അംഗങ്ങൾ വാഴത്തോപ്പ് പഞ്ചായത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി വെച്ചുപൊറുപ്പിക്കില്ല എന്നും UDF വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി. പകൽച്ചൂട് വർദ്ധിച്ചതോടെ മൂന്നാറിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുമെല്ലാം ആശങ്കയിലാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.